സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ്. മഴയായതിനാൽ വെള്ളം കലങ്ങി തുടങ്ങി. ഒരു കിളി അവിടേക്ക് വന്നത് അത് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ, ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ഈ കേൾക്കുന്ന കഥ നിങ്ങളിൽ പലർക്കും സുപരിചിതമായിരിക്കില്ല. കാരണം ഒരു പ്രശസ്ത കഥാകൃത്തിന്റെ തൂലികയിൽ നിന്നും പിറന്നതല്ല ഈ വാക്കുകൾ. സ്കൂളിലെ കൂട്ടുകാരുമൊത്ത് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ഒരു പെൺകുട്ടി. അതേ വെള്ളച്ചാട്ടത്തിൽ മരണമടഞ്ഞ ഒരു കുട്ടിയുടെ ആത്മാവ് കിളിയുടെ രൂപത്തിലെത്തുകയും ഒരു പ്രകൃതി ദുരന്തം ഉടൻ സംഭവിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകി രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് കഥയുടെ സാരാംശം. അതെ, കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, ഇന്നും നമ്മുടെ ഉള്ളിൽ തീരാ നോവായി അവശേഷിക്കുന്ന വയനാട് ചൂരൽമലയിൽ 2024 ജൂലൈ 30 ഉണ്ടായ ഉരുൾപൊട്ടൽ. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. People were killed in a series of landslides. Most people expect that number is actually going to go up. ചങ്കുപൊട്ടുന്ന വേദന കടിച്ചമർത്തി ദുരന്തത്തെ അതിജീവിച്ച ലയ എന്ന 9ാം ക്ലാസ്സുകാരി രചിച്ച ഈ കഥ ഇവിടെ പ്രസക്തമാകാൻ കാരണം കഥയിൽ പ്രവചിച്ച പ്രകൃതി ദുരന്തം തന്നെയാണ്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മുന്നിൽ കണ്ട ലയയുടെ യുക്തിബോധം നാം കാണാതെ പോയി എന്നത് വാസ്തവം. നമ്മുടെ ആവാസ വ്യവസ്ഥിതിയുടെ സുസ്ഥിരത കൈവരിക്കാൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കരുത്തുറ്റ ഒരു ഭാവിയെ വാർത്തെടുക്കാൻ നാം ഇവിടെ പ്രതിജ്ഞാബദ്ധരാകുകയാണ്. സ്റ്റോഗോ ഫെസ്റ്റ് സുസ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം മറക്കാനുള്ള കഴിവാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നാം അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന മറവി തിരിച്ചടിയാകും. വെല്ലുവിളികളെ അതിജീവിച്ച് നാം അനുഭവിക്കുന്നതിനേക്കാൾ തീവ്രമായ വേദനകൾ ഉള്ളിലൊതുക്കി നമുക്ക് ചുറ്റും ജീവിക്കുന്ന ലയയെപ്പോലെ എത്രയോ കുട്ടികളുണ്ട്. അവരുടെ പോരാട്ടം പ്രായഭേദമന്യേ നമുക്കൊരു പാഠമാണ്. ശാസ്ത്രരംഗത്ത് ഭാവിയുടെ ഈ പോരാളികളിൽ ലയ എന്ന ഈ കൊച്ചുമിടുക്കിയാണ് സ്റ്റോഗോ ഫെസ്റ്റ് 2024 സ്റ്റുഡൻസ് അംബാസിഡർ. ലയ രചിച്ച കഥ അറമ്പറ്റി എന്ന് പറയുന്നവരോട് ഒറ്റക്കാര്യം മാത്രം: സ്വന്തം നാട്ടിലെ മണ്ണിൻ്റെയും പ്രകൃതിയുടെയും വേദന മുന്നിൽ കണ്ടത് അറമ്പറ്റലല്ല, മറിച്ച് പ്രകൃതിയെയും കൂടെയുള്ള മനുഷ്യരെയും ഒരേപോലെ സ്നേഹിച്ച ഒരു കൊച്ചുമിടുക്കിയുടെ യുക്തിയുടെ അകപ്പൊരുളാണ്.